Hi dears, welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ക്യാരറ്റ് ഗീപാക്ക്. നമ്മുടെ നോർമൽ മൈസൂർ പാക്കിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും ഗീപാക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയി തന്നെ ഗീപാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട കടലമാവ് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കടലമാവ് ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 1/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കൂടി കുറയും. അതുകൊണ്ട് 1/4 കപ്പിലും കുറച്ച് കൂടുതൽ ഒരു 1/2 കപ്പോളം കടലമാവ് എടുത്തിട്ട് വേണം വറുക്കാനായിട്ട്. നമ്മൾ ഗീപാക്ക് കഴിക്കുമ്പോൾ കടലമാവിൻ്റെ ആ റോ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുത്ത് ചെയ്യണത്. ഇത് വറുത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ തരികളുണ്ടായിരിക്കും. ഇത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി. ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്മെല്ലില്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്യുവർലി ഗീ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഓയിലിന് പകരം നിങ്ങൾക്ക് ഗീ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ. ഇതൊരു ലൂസായിട്ടുള്ളൊരു മിക്സ് ആയിരിക്കും. ഇപ്പം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മീഡിയം സ്വീറ്റ്നെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്വീറ്റ്നെസ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടലമാവിൻ്റെ അതേ അളവിൽ 1/4 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്യാരറ്റ് നല്ല ഫൈനായി ഗ്രേറ്റ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്തതാണ്. ഇനി ഇത് നന്നായി തിളച്ച് ബബിൾസ് വരാനായിട്ട് തുടങ്ങും. ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ 2 വിരൽ തമ്മിൽ വലിയുന്ന ഒരു പരുവത്തിലായി കിട്ടണം. എന്നാലേ ഗീപാക്ക് നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഗീപാക്ക് സെറ്റ് ചെയ്യുന്നത് അതൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കുക. കുറച്ച് ഹൈറ്റുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റും അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗീ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള ഗീ വേണ്ടി വരും ഇതിലേക്ക്. ആദ്യമേ ഫുള്ളായിട്ട് ഗീ ആഡ് ചെയ്ത് കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും പിന്നെ ഡ്രൈ ആയി വരുമ്പോൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 1/2 കപ്പ് ഗീ കംപ്ലീറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രത്തോളം നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഗീപാക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. സൈഡ്സിൽ നിന്നെല്ലാം ഇളക്കി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ക്യാരറ്റിൻ്റെ ഒരു കളർ അല്ലെങ്കിൽ ഒരു കൂടി അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മുടെ നോർമൽ ആ ഗീപാക്കിൻ്റെ ഒരു യെല്ലോയിഷ് കളർ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് ഒന്നുകൂടി ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഫൈനൽ സ്റ്റേജ് ആവുന്നതിനനുസരിച്ചിട്ട് ഒന്നും കൂടി കളറ് യെല്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് ഇതിലെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗീ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ലൊരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്.
ഇത് പാനിൽ നല്ലപോലെ വിട്ട് വരാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ ആയോ എന്ന് അറിയാനായിട്ട് കയ്യിൽ കുറച്ച് ഗീ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചൊന്ന് കയ്യിലെടുത്ത് റോൾ ചെയ്ത് നോക്കിയാൽ മതി. പൊട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയായി ചെയ്ത കാരണം ഈ കേക്ക് ടിൻ്റെ ഒരു ഹാഫ് പോർഷനേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗീപാക്കിൻ്റെ മിനിമം ഹൈറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇത് ഹാഫ് പോർഷനായിട്ടാണ് ലെവൽ ചെയ്തെടുക്കുന്നത്. ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാറ്റിലയിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ട്രേ ഗ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഗീപാക്കിൻ്റെ മിക്സ്ചർ കറക്റ്റായിട്ട് ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ഫോമായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ട്രേയിലോട്ട് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവറായി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഹാർഡായി മാറും. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്ത് പീസസ് ആയിട്ട് എടുക്കാം. ഇതിൻ്റെ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതൊന്ന് ലൈനാക്കി കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യല്ല. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗീയും കടൽമാവും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴുള്ള മൈസൂർ പാക്കിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ മൈസൂർ പാക്കിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും ഗീ പാക്ക്, കാരണം കൂടുതൽ ഗീ ആഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതേ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനാബിൾ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. Thank you.